നോർത്ത് ഈസ്റ്റ് കോർണറിലേക്ക് നോക്കിയിരുന്ന് പഠിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് വീടിന്റെ വാസ്തുവിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷു പ്രകാരം ഏതൊരു വീടിന്റെയും നോർത്ത് ഈസ്റ്റ്, അതായത് ഈശാന കോൺ അഥവാ വടക്ക് കിഴക്ക് ദിക്ക് വിദ്യാഭ്യാസത്തിന്റെ ദിക്കായി പരിഗണിക്കുന്നുണ്ട്. ഈ ദിക്കിൽ ഉണ്ടാകാവുന്ന ചില ദോഷങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സാരമായി ബാധിക്കുമെന്നും ഫെങ്ഷുയിൽ പറയുന്നു. ഈ ദിക്കിൽ വരുന്ന ദോഷങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ ദിക്കിൽ വരുന്ന സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിന്റെ കുഴി, അതല്ലെങ്കിൽ ഈ ദിക്കിൽ വരുന്ന ടോയ്ലറ്റ്, കിച്ചൺ, ഇതൊക്കെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സാരമായ രീതിയിൽ ബാധിക്കുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നു. അപ്പോൾ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെയാണ് അതിനെ ക്രമീകരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ കുട്ടിയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ആ കുട്ടിക്ക് ഒരു കുവാ നമ്പർ ഉണ്ടായിരിക്കും. അവരുടെ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് നിന്നിട്ട് നമുക്ക് ആ കുവാ നമ്പർ കണ്ടുപിടിക്കാം. ഓരോ കുവാ നമ്പറുകാർക്കും 4 ദിക്കുകൾ ഭാഗ്യവും 4 ദിക്കുകൾ ദോഷവും ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ഭാഗ്യ ദിക്ക് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ദിക്കിൽ വിദ്യാഭ്യാസത്തിൻ്റെതായിട്ടുള്ളൊരു ദിക്കുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കുവാ നമ്പർ 8 ആയിട്ടുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുവാ നമ്പർ 8, കുവാ നമ്പർ 8ന് സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, ഇത് 4മാണ് കുവാ നമ്പർ 8കാരന്റെ ഭാഗ്യദിക്ക് അല്ലെങ്കിൽ 8കാരിയുടെ ഭാഗ്യദിക്ക്. ഈ ഭാഗ്യദിക്കിൽ 4ാമത് പറയുന്ന ദിക്ക് എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് ആണ് ഈ വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിന്റെ ദിക്ക്. അപ്പോൾ ഈ വ്യക്തി ഫെങ്ഷു പ്രകാരം നോർത്ത് ഈസ്റ്റ് കോർണറിലേക്ക് നോക്കിയിരുന്ന് പഠിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് അതിന്റെ പഠനം മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇത്തരത്തിലുള്ള പഗോഡ ടവറുകൾ നമുക്ക് ഫെങ്ഷു ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതിനെ ഒന്ന് എനർജൈസ് ചെയ്തിട്ട് ആ കുട്ടിയുടെ സ്റ്റഡി ടേബിളിന്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുകയോ അല്ലെങ്കിൽ വീടിന്റെ സ്വീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുകയോ ചെയ്യുന്നത് വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് നല്ലതായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്റ്റൽസുകൾ, നാച്ചുറൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ബ്രേസ്ലെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ ലോക്കറ്റുകളുണ്ട്. ഈ സാധനങ്ങൾ, ഇത് അതിന്റെ ഒരു പെൻഡന്റ് ആണ്, ഇത് ലോക്കറ്റ് ആണ്. അപ്പൊ ഇത് നമുക്ക് ധരിക്കാം, ഇത് നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് ഉപയോഗിക്കാം, ഇത് നമുക്ക് മാലയായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റോണുകൾ ശരീരത്തിൽ ധരിക്കുന്നതും അത് ധരിച്ചുകൊണ്ടിരുന്ന് പഠിക്കുന്നതും എക്സാമിന് പോകുമ്പോൾ ഇത് ഉപയോഗിക്കുന്നതും കൃത്യമായി പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് എഴുതാനും നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ അതിനെ കണക്കാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ബോളുകൾ. ഇപ്പം ഇത്തരത്തിലുള്ള ഒരു 8 ക്രിസ്റ്റൽ ബോളുകൾ, ഇത് ചെറിയ ക്രിസ്റ്റൽ ബോളാണ്. ഇത്തരത്തിലുള്ള 8 ക്രിസ്റ്റൽ ബോളുകൾ നിങ്ങളുടെ സ്റ്റഡി ടേബിളിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നതോ വീടിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നതോ അല്ലെങ്കിൽ ലിവിംഗ് റൂമിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നതോ വിദ്യാഭ്യാസമായിട്ട് അഭിവൃദ്ധിക്ക് നല്ല ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ ഇപ്പം ഒരു ഡേറ്റ് ഓഫ് ബർത്ത് സംബന്ധമായിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസ്റ്റിലോട്ടോ നോർത്തിലോട്ടോ നോക്കിയിരുന്ന് പഠിക്കാം. അതുപോലെ കിടക്കുമ്പോൾ ഒന്നുകിൽ ഈസ്റ്റിലോട്ട് തലവെച്ച് കിടക്കാം. ഈ വർഷം 2026 സൗത്തിലോട്ട് തലവയ്ക്കേണ്ട, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗത്തിലോട്ടും തലവെച്ച് കിടക്കുന്നതിൽ കുഴപ്പമില്ല. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.